നമ്മുടെ യു എയിലായാലും ഇപ്പോൾ നാട്ടിലായാലും ശരി, മിക്കവരും ഉള്ളൊരു പ്രശ്നമാണ് മെൻ്റൽ ഇംബാലൻസിങ്. അതായത് ഇപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയവരായാലും കുറേ സ്ട്രെസ്സും അതേപോലെ തന്നെ അതിന് ഉപരിയായിട്ട് ആത്മഹത്യാ പ്രവണതയും ഇതെല്ലാം കൂടി വരുന്നുണ്ട്. അതെന്തെങ്കിലും ഹോർമോൺ ചേഞ്ച് ആണോ അതോ നമ്മൾക്ക് ഉണ്ടാകുന്ന വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഇതായിട്ടാണോ അങ്ങനെ ഇത് ഇൻക്രീസ് ആയി വരുന്നത്? പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ടോളറൻസ് ലെവൽ കുറവാണ്. ഇപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത തന്നെ അടിയാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ കത്തിക്കുത്ത്, അല്ലെങ്കിൽ ഭയങ്കര വയലൻസിലോട്ടാണ് ആൾക്കാർ പോകുന്നത്. ആർക്കും ക്ഷമയില്ല, ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക അങ്ങനൊരു പ്രവണതയില്ല. അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. റിവെഞ്ച് ആ ഒരു മോഡിലോട്ടാണ് പോണത്. അപ്പം ഇതിനൊക്കെ കാരണം നമ്മുടെ ഫുഡാവാം, നമ്മുടെ സ്ട്രെസ് ലെവലാവാം, നമ്മൾ കാണുന്ന മൂവീസ്, അങ്ങനെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ, ഇപ്പം പേരൻസ് തന്നെ ഫൈറ്റ് ചെയ്തതായിരിക്കും മക്കൾ കാണുന്നത്. അപ്പം അവർക്കും ആർഗ്യുമെൻറ്റ് അതൊക്കെയാണ് അവരും കണ്ടു വളരുന്നത്. അപ്പം ഇതൊക്കെ പണ്ടത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒച്ച ഉയർത്തി സംസാരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആ രീതിയിലാണല്ലോ ആൾക്കാരൊക്കെ വളർന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്നും ഇന്നത്തെ കാലത്ത് എല്ലാവരും ഓപ്പൺ, ആർക്കും എന്തും ചോദിക്കാം, ആർക്കും എന്തും പറയാം. ഇപ്പോൾ പലയിടത്തും നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിലായാലും പലയിടത്തും കാണുന്നത് പല നടന്ന അടികളുടെയും CC വിഷ്വൽസ് ആയിരിക്കും. ഒന്ന് പറഞ്ഞു, രണ്ടിന് കൈ കിട്ടുന്ന എടുത്തിട്ട് അടിക്കുന്നു. അപ്പം മറ്റൊരാൾക്ക് എത്രമാത്രം വേദനിക്കുന്നു, അയാളുടെ ഒരു ആബ്സെൻസ്, അത് നിയമവഴിയിലൂടെ വരണം. കുറച്ച് നിയമം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആ ഒരു കാര്യം യു എയിൽ കുറച്ചുകൂടെ കൺട്രോൾഡ് ആണ് നാട്ടിലെ അപേക്ഷിച്ച്. അത് ഈ ഒരു പേടി കൊണ്ടായിരിക്കാം, ഇവിടുത്തെ റൂൾസിനെയും കാര്യങ്ങളെയും നിയമത്തിനെയൊക്കെ. ഹോർമോൺ കാര്യങ്ങളിലോട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ പറയേണ്ട സ്ത്രീകളുടെ കാര്യമായിരിക്കും. ഇപ്പോൾ കുറേ ആത്മഹത്യകളും കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ കേസിൽ പറഞ്ഞേക്കുന്ന ഹസ്ബൻഡിന് ശിക്ഷ കിട്ടണം എന്ന് കരുതി ആത്മഹത്യ ചെയ്തു കുഞ്ഞിനെയും കൊണ്ട്. അല്ല, പുള്ളിക്കാരിക്ക് ചിന്തിക്കായിരുന്നു ഞാനും കുഞ്ഞും ഒരു ലോകം വേറെ രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാം. അങ്ങനെ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഒരു റിവഞ്ച് മനോഭാവത്തോടു കൂടി അതാണ് മാറേണ്ടത്. നമുക്ക് മറ്റൊരാളുള്ളൊരു വാശി, വൈരാഗ്യം, അത് നമ്മുടെ എനർജിയാ പോന്നെ. ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ക്ഷമിക്കണം എന്ന് പറയില്ല. നിയമവശങ്ങളുണ്ട്, നിയമം വഴി പോരാടാം. പക്ഷേ ഒരിക്കലും നമ്മൾ മറ്റൊരാളുടെ നാശം കണ്ടിട്ടുള്ള റിവെഞ്ചിലോട്ട് പോവരുത്. അതിന് കർമ്മ എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കാറുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അപ്പം അതേപോലെ ഇപ്പോൾ ഇപ്പോൾ ഒരു ലേഡി ആയിക്കോട്ടെ, അവർക്ക് ഒരു ഓവല്യൂഷൻ ടൈമിലുള്ള ഫീലിങ്സ് ആവില്ല നോർമലി. ശരിക്കും ഒരു ഫീമെയിലിൻ്റെ ലൈഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഓവല്യൂഷൻ, പീരീഡ്സിന് മുന്നേ, അതേപോലെ പീരീഡ്സിൻ്റെ ടൈമിൽ പല ഹോർമോണൽ പ്രശ്നങ്ങളും കൊണ്ട് ഒരു മാസം മൊത്തത്തിൽ കുളവാണ്. അപ്പം അത് മനസ്സിലാക്കി ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിലുപരി ഒരു ഡോക്ടറെ കണ്ട് കറക്റ്റായിട്ട് മെഡിസിൻ കഴിച്ചാൽ തന്നെ അതിന് വ്യത്യാസങ്ങളുണ്ടാവും. ഇതേപോലെ തന്നെ ഇപ്പം നമുക്കൊരു മെൻ്റൽ ഇംബാലൻസ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ആകുമ്പോൾ ഞാനൊരു ഓപ്പൺ സ്പീച്ചിനായിട്ടൊരു കൗൺസിലിങ്ങിന് പോവാം. ഒരു ഡോക്ടറെ കണ്ടു, സാറ്റിസ്ഫൈഡ് ഇല്ലേ, വേണ്ട, അടുത്ത ഡോക്ടറെ കാണൂ. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, മാനസിക രോഗത്തിനാണ് നമ്മൾ സൈക്കോളജിസ്റ്റിനെ കാണുന്നത്. ഒരിക്കലുമല്ല. അപ്പം നമ്മൾ ആയുർവേദത്തിൽ എപ്പോഴും സൈക്കോസൊമാറ്റിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് മനസ്സിനെയും ശരീരത്തിനെയും. പ്രകൃതി പറയുമ്പോഴും മാനസിക പ്രകൃതിയുണ്ട്, ശാരീരിക പ്രകൃതിയുണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റും, അത് വാദപ്രകൃതി, മാനസികം, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൈയും കാലും അനക്കിക്കൊണ്ടിരിക്കും. ചിലരങ്ങനെയല്ല, ഭയങ്കര ക്ഷമയോടെ എന്ത്, ഇപ്പോൾ പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്ന കൂട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് കഫപ്രകൃതി എന്ന് പറയാറുണ്ട്. അതുപോലെ അവരുടെ കണ്ണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പിത്തപ്രകൃതി എന്ന് പറയാറുണ്ട്. അങ്ങനെ കുറേയൊക്കെ കയ്യിലിരിപ്പ് ഇപ്പോൾ ഉണ്ട്. പ്രകൃതി മാത്രം പറയാൻ പറ്റില്ല, പ്രകൃതിയെ മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി, നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ ആഹാര രീതികളും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ പിത്തപ്രകൃതിയുള്ള ആൾ ഒരുപാട് എരിവൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആ ദേഷ്യം കൂടത്തതേ ഉള്ളൂ. കാരണം അവർക്ക് ബേണിങ് സെൻസേഷൻസ്, ഇപ്പോൾ ചിലർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയർക്കും, കണ്ടിട്ടുണ്ടാക്കി എരിവ് എന്ന് കഴിഞ്ഞാൽ വിയർത്തൊലിക്കുന്നതൊക്കെ. അത് പിത്ത ബേസ്ഡ് ആൾക്കാരാണ്. അപ്പം നമ്മളുടെ ഒരു ശാരീരിക പ്രകൃതിയും മാനസിക പ്രകൃതിയും മനസ്സിലാക്കി, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിങ് ആയിക്കോട്ടെ, ഉപയോഗിക്കുന്ന പെർഫ്യൂം ആയിക്കോട്ടെ, നമ്മളുടെ ഈവൻ
ബാക്കി കാര്യങ്ങളും എല്ലാം ഈ ഒരു പ്രകൃതി അനാലിസിസിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ കുറേയൊക്കെ നമ്മൾ സാത്വികമായി മാറാൻ കുറേ ചാൻസസ് ഉണ്ട്. ടിപ്പിക്കൽ സാത്വികമൊന്നും ആവില്ല, എന്നാൽ കൂടിയും കുറച്ച് നമ്മളിൽ മാറ്റങ്ങൾ വരുത്താം. അതിൻ്റെ ഇംബാലൻസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വാദം കൂടിയിക്കാണ്, അല്ല പിത്തം കൂടിയിക്കാണ്, കഫം കൂടിയിക്കാണ്, അല്ലെ ഇതിൻ്റെ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥ, അപ്പം അതിനെ ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പം ഏറ്റവും കൂടുതലും ഈ ഹോർമോണൽ ഇഷ്യൂസ്, ഇപ്പോൾ ഒരു ആള് അകാരണമായി കരയുക, ചുമ്മാ കരച്ചിൽ വരിക, പലപ്പോഴും ഭർത്താക്കന്മാർ പറയുന്ന ഭാര്യമാരെ പറ്റിയതോ ഇത് കുത്തിയിരുന്ന് കരയാറുണ്ട് ഡോക്ടറെ, അത് അവരുടെ ഹോർമോണിന്റെ പ്രശ്നമാണ്. അവർക്ക് പെട്ടെന്ന് ലോൺലിനെസ് തോന്നി, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കുന്നു. പക്ഷെ ഈ ഹസ്ബൻഡും ഓഫീസിൽ പല സ്ട്രെസ്സിലൂടെയും പോവായിരിക്കും. പല ആണുങ്ങളും പറയുന്നത് ഞങ്ങൾക്കുണ്ട് ഹോർമോണ്, ഞങ്ങൾക്കുണ്ട് ഇഷ്യൂസ്, പക്ഷെ അതിലും പ്രശ്നമാണ് സ്ത്രീകളുടെ ഹോർമോൺ. അത് മനസ്സിലാക്കി കറക്റ്റ് സമയത്ത് അവരോട് രീതിയിൽ പെരുമാറാമെങ്കിൽ കുറേയൊക്കെ നമുക്ക്. ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളും നമ്മളുമായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്ത് ഒരു നല്ലൊരു ഡോക്ടറുടെ ഉപദേശം തേടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലൊരു സൊല്യൂഷൻ ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ ചുറ്റുപാടിൽ ഇപ്പൊ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിപ്പോൾ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമെന്ന് പറയും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരാളോട് തുറന്ന് പറയാൻ പോകരുത്. നമുക്ക് നമ്മുടേതായ ഒരു സീക്രട്ട് വേണം. എപ്പോഴാണോ ഈ ഒരു വ്യക്തി നമ്മുടെ ശത്രുവായി മാറും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഈ സീക്രട്സ് എടുത്തിട്ട് നമുക്ക് വേണേലും പാര വെക്കാം. അപ്പം എപ്പോഴും നമ്മളുടെ ഉള്ള തന്നെയാണ് നമുക്ക് സേഫ്. നമ്മളെ അറിയാത്ത മൂന്നാമത് ഈ പറഞ്ഞിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോയി തുറന്നു പറഞ്ഞാൽ പോലും സുഹൃത്താണ്, എൻ്റെ എന്താ പറയാ സോൾമേറ്റ് ആണ് എന്ന് പറഞ്ഞൊക്കെ എപ്പം വേണമെങ്കിലും മാറാം. അപ്പൊ ആരെയും വിശ്വസിക്കരുത് എന്നാണ് എപ്പോഴും ഒരു ചോദ്യചിഹ്നം വെച്ചേക്കുക. ഇതേപോലെ ടെൻഷൻ അനുഭവിക്കുന്നവർക്ക് ഡോക്ടറിന്റെ ഈ വീഡിയോ ഒരു ഫലപ്രദമായിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. നമ്മുടെ ആയുർവേദത്തിൽ സ്ട്രെസ് ഫ്രീ ആവാനായിട്ടുള്ള ചികിത്സകളുണ്ട്. ഈവൻ നമ്മുടെ കിഴിയായാലും അഭ്യംഗമായാലും ഒന്ന് ബോഡി റിലാക്സ് ആവുമ്പോൾ തന്നെ കുറച്ചൊക്കെ ഒരു പ്രഷർ കുറയും. പലപ്പോഴും നമുക്ക് മെൻ്റൽ പ്രഷർ, ഇപ്പോൾ ഈ മാസം ഒരു ചെക്ക് പോകാനുണ്ട്, അല്ലെങ്കിൽ ഈ മാസം സാലറി വൈകി, ഈ മാസം എനിക്ക് റെൻറ്റ് കൊടുക്കാനുണ്ട്, കുട്ടിയുടെ സ്കൂളിലെ ഫീസ്, അങ്ങനെ പല പല കണക്കുകൾ തലയിൽ കയറുമ്പോഴാണ് നമുക്ക് ഈ സ്ട്രെസ്സ്. അപ്പം ഭാര്യയെ കേൾക്കാനോ, ഭാര്യ ഒരു പക്ഷേ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. അപ്പം അവര് ഹസ്ബൻഡ് വന്നിട്ടൊന്ന് സംസാരിക്കാനായിരിക്കും കാത്തിരിക്കുന്നത്. പക്ഷെ ഹസ്ബൻഡ് അതിലും വലിയ പ്രഷറിലാണ് വരുന്നത്. അപ്പം പരസ്പരം ഒന്ന് സംസാരിച്ചാൽ ഓക്കെ, ഈ മാസം എനിക്ക് ഇങ്ങനെ കുറച്ച് കണക്കുകളുണ്ട്, ഒരു ഷെയറിംഗ് പോലെ എല്ലാം പരസ്പരം അങ്ങോട്ട് ഒരു ഷെയറിംഗ്. ഞാൻ ഉദ്ദേശിച്ച സീക്രട്ട് അല്ല, ഒരു നമ്മുടെ ഹസ്ബൻഡും മിക്കയിടത്തും ഇപ്പോൾ ഒരു പ്രശ്നമാണ്. എല്ലാവരും ബിസി ലൈഫാണ്. ഒരാളടുത്ത് സംസാരിക്കാൻ മറ്റൊരാൾക്ക് സമയമില്ല. ഇപ്പൊ മക്കളോടായാലും ഈവൻ ഭർത്താവിനോടായാലും കൂടി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ മിക്കവർക്കും സമയമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ സമയം നമ്മൾ കണ്ടെത്താത്ത, എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. പക്ഷെ ആ സമയം എങ്ങനെ ഒന്ന് സിസ്റ്റമാറ്റിക് ആക്കാം, എന്റെ ജോബ്, എന്റെ കുട്ടികള്, എന്റെ ഫാമിലി, അല്ലെങ്കിൽ അവർക്കൊരു ഔട്ടിങ്, അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും സമയം കണ്ടെത്താം. ഇല്ല, ചിലർ പറയും ഞാൻ ജോലി കഴിഞ്ഞ് വന്നു, എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോൾ എനർജറ്റിക് ആയിട്ട്, പലപ്പോഴും വിറ്റാമിൻ്റെ കുറവുണ്ടായിരിക്കും, ഒരു ടയർഡ്നെസ്, ജോലി കഴിഞ്ഞ് വരുമ്പോൾ പറയും എന്നെ കൊണ്ട് ഇനി ഒന്നും പറ്റില്ല, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ആയിരിക്കാം. അപ്പം നമ്മളൊന്ന് ആക്റ്റീവായി നിൽക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ലൈഫ് ഒരിക്കലേ ഉള്ളൂ, ആ ലൈഫ് എൻജോയ് ചെയ്യുക. വെറുതെ പ്രഷർ കയറി വഴക്കിട്ട് മാക്സിമം നല്ല സമയം നമ്മൾ എന്തിനാ കളയുന്നത്? ഉള്ളതല്ലേ? അതെ ഡോക്ടറെ, അത് ഡോക്ടർ ഈ പറഞ്ഞതൊരു മെയിൻ പോയിന്റ് തന്നെയാണ്. നമ്മുടെ വർക്ക് സ്പേസിലുള്ള ആ ഒരു ഇത് നമ്മൾ അവിടെ കളഞ്ഞിട്ട് കുറച്ചുകൂടെ നമ്മുടെ വീട്ടിലുള്ള ആളുകളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ പല പ്രശ്നങ്ങളും ഇപ്പൊ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഇപ്പം ഓക്കെ എനിക്കൊരു വർക്ക് സ്പേസിലൊരു പ്രശ്നം ഉണ്ടായി, അതൊന്ന് സൂചിപ്പിക്കുക വീട്ടിൽ എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്കും മനസ്സിലാവും ഓക്കെ ഹീസ് ഡിസ്റ്റർബ്ഡ്, ഒന്ന് കുറച്ചു നേരം വെറുതെ വിട്ടാൽ ശരിയാവും. ഇതൊന്നും അറിയാതെ ഭാര്യയുടെ നേരെ മെക്കിട്ട് കയറുക, അല്ലെങ്കിൽ തിരിച്ച് സെയിം തന്നെ ഭാര്യയും ജോലിക്ക് പോകുന്നു, ഭർത്താവ് എന്തെങ്കിലും സന്തോഷത്തോടെ പറയുമ്പം തിരിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊരു കമ്മ്യൂണിക്കേഷൻസ്, ഒരു ട്രാൻസ്പെറൻസി കുറേയൊക്കെ ഒരു പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിലാണ് ഈ പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പാർട്ട്നേഴ്സ് ഇപ്പം ഒരു റിവഞ്ച് ലെവലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ക്വിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാം.
പക്ഷേ പലപ്പോഴും നമ്മൾ പറഞ്ഞ് അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ ലവ് മാരേജ് ആയിക്കോട്ടെ 2 സാഹചര്യങ്ങളിൽ ജീവിച്ച ആൾക്കാരാണ്. അതായത് ഒരച്ഛൻ്റെ അമ്മയുടെയും മകളായിട്ട് ജനിച്ച ഒരാൾ വേറെ സാഹചര്യത്തിൽ വേറൊരു അച്ഛൻ്റെ അമ്മയുടെയും മകനായി ജനിച്ച ഒരാളും കൂടെ ഈ 2 അറ്റ്മോസ്ഫിയറിൽ വളർന്നവരാണ് ഒരു വീട്ടിലോട്ട് വരുന്നത്. പലപ്പോഴും ഒരു പെൺകുട്ടീനെ ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് പറിച്ചു നടുകയാണ്. അപ്പോൾ അവരെത്രമാത്രം പ്രഷർ, കാരണം ചിലപ്പം ഭയങ്കര പാമ്പേർഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ മോളായിരിക്കും. അങ്ങനെ പല സാഹചര്യത്തിലാണ് വളരുന്നത്. ബന്ധുക്കൾ മാറുന്നു, അറ്റ്മോസ്ഫിയർ അവർ എന്നും കണ്ട സാഹചര്യമല്ല, അവിടുത്തെ രീതികൾ വ്യത്യാസം. ഇപ്പം നമ്മൾ തന്നെ ഒരു ചെടിയെ കൊണ്ടുവന്നും പറിച്ച് നട്ട് കഴിഞ്ഞാൽ പോലും ആ മണ്ണുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം എടുക്കും പോലെ ഒരു വീടുമായിട്ട് ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ടും ഇൻട്രാക്ട് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ഇതൊക്കെ അറിയാമെങ്കിൽ പോലും പലയിടത്തും പല പ്രശ്നങ്ങളുമാണ്. അതെ, ഡോക്ടർ പറഞ്ഞത് ഒരു മെയിൻ പോയിന്റ് തന്നെയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ വിചാരിച്ചാൽ എന്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുക, സൊല്യൂഷൻ കണ്ടെത്തി അതുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒരുവിധം നമുക്ക് പരിഹരിക്കാവുന്നതാണ്. താങ്ക് യു ഡോക്ടർ.